ഡൽഹിയിൽ രോഹിണി സെക്ടർ 17 ഒരുപാട് ഫ്ളാറ്റുകൾക്കിടയിൽ 1000-ഓളം ജുഗ്ഗികളുണ്ടാകുന്നു. ജുഗ്ഗി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുടിലാണ്. ഇന്നിപ്പോൾ ഇതാ ഞാനിവിടെ നിൽക്കുമ്പോൾ അതിൽ പകുതിയിൽ പോലും ബാക്കി നിൽക്കുന്നില്ല. ഒരു വലിയ തീപിടുത്തം അതെല്ലാം കവർന്നിരിക്കുകയാണ്. आग लगने की बात है क्या करके सारा पकड़ लिया, बच्चा को लेके गया, 2 बच्चा था, छोटा बच्चा का गोद पे लिया भाई ने और बड़ा वाला बच्चा पे वो आग के बारे में हुआ अंदर आ गया बच्चा, वो सोचा कि हमारा घर पे नहीं आएगा. രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഒരു കുടിലിൽ നിന്ന് തീപിടുത്തം വരുന്നു, അത് പിന്നീട് മറ്റ് കുടിലുകളിലേക്ക് പടർന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷേ അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് ഫയർഫോഴ്സ് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ അവർ ഈ പ്രദേശത്തേക്ക് ഇറങ്ങാതെ അവിടെ നിന്നാണ് വെള്ളമടിച്ചത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു കെട്ടിടമുണ്ട്, അവിടെ നിന്നും വെള്ളമടിച്ചു. ഇവിടേക്ക് ഇറങ്ങി വന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. पब्लिक ने फोन किया, सब फोन पे फोन जा रहे सर. और फोन जाने के बाद 2.5 घंटे बाद आए सब. जैसे सांप चला गया लाठी मार, कोई फायदा नहीं. बच्चा जला हुआ है सर, यहाँ पे पानी दे दीजिए. सबसे पहले ढूंढ लूंगा बच्चा को, तो वो भी पानी नहीं आ रहा सर. सबसे पानी दे रहा अपार्टमेंट से. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഈ തീപിടുത്തത്തിൽ പൊലിഞ്ഞത്. 2 പേർക്കും 2-3 വയസ്സ് മാത്രം പ്രായം. പക്ഷേ അത് സ്ഥിരീകരിച്ച കണക്കാണ്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് 4 കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ആ 4 പേരും 4 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവർ. പാചകാവശ്യത്തിന് ഈ കുടിലിൻ്റെ ഒക്കെ അകത്ത് 5 കിലോ സിലിണ്ടറുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം തീപിടുത്തത്തിൽ പൊട്ടിത്തെറിച്ചാണ് ഇതിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിച്ചത്. പക്ഷേ ഈ സ്ഥലം നോക്കൂ, മെയിൻ റോഡിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇവിടേക്ക് സഹായമെത്താൻ വൈകിയത് വളരെ വലിയൊരു അനാസ്ഥയായി ആളുകൾ കാണുന്നുണ്ട്. അത് വൈകിപ്പിച്ചതാണ് മനഃപൂർവ്വം എന്നടക്കം ഇവിടെയുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട്. कोई बीजेपी वाला कोई नहीं आया यहाँ पर कि इनको बेचारों को खाना पीने और रोटी दे, कुछ भी दे. देख रहे हो अब हालत, देख रहे हो कैसी हालत है इन लोगों की है. कोई नहीं आ रहा है. क्या फायदा बीजेपी का. കുടിലുകളൊക്കെ കത്തി അമർന്നു പോയപ്പോൾ ഉള്ളവരെയും ഉറ്റവരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തറയിലും മണ്ണിലും വന്നിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഇനി ഇവരെങ്ങോട്ട് പോകണമെന്ന ചോദ്യം ഓരോരുത്തരും പരസ്പരവും ചോദിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ ആളുകളോടും ചോദിക്കുന്നുണ്ട്. ഈ കാണുന്നതിൽ പലരും അഡ്രസ്സ് ഇല്ലാത്തവർ തന്നെയാണ്. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ നീതി കിട്ടാൻ എത്രയോ കാലം കാത്തിരിക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ ഒരിക്കലും കിട്ടാതെ പോവുകയോ ചെയ്യാം. പക്ഷേ ആരുടെയൊക്കെയോ അനാസ്ഥ, അതല്ലെങ്കിൽ എന്തൊക്കെയോ പാളിച്ചകൾ ഇവർക്കൊക്കെ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.